വന്യമൃഗങ്ങളുടെ ഭീഷണിയിൽ ഭയന്നാണ് കുടിവെള്ളം ശേഖരിക്കാനായി വനത്തിൽ പോകുന്നത്. ഇവരുടെ ദുരിതത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, വയനാട്. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികാസത്തിനായി ഇന്ത്യയിലെ ഏറ്റവും വലിയ IIPD സെന്റർ കാസർഗോഡ് അടുക്കത്ത് പറമ്പിൽ ഒരുങ്ങുന്നു. തിരുവനന്തപുരം ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന്റെ മാതൃകയിലാണ് കർമ്മ പദ്ധതി. 20 ഏക്കറിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് അന്താരാഷ്ട്ര ഭിന്നശേഷി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. ഗോപിനാഥ് മുതുകാടിന്റെ തിരുവനന്തപുരത്തെ ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന് കീഴിൽ മടിക്കൈ അടുക്കത്ത് പറമ്പിലാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾസ് വിത്ത് ഡിസേബിലിറ്റി സ്ഥാപിക്കുന്നത്. കാസർഗോഡ് ആരംഭിക്കുന്ന പദ്ധതി ഭിന്നശേഷി മേഖലയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ്ജമാണെന്ന് ശിലാസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ടവരെ മാറ്റി നിർത്തുകയല്ല, ചേർത്ത് പിടിക്കുക എന്നതാണ് നമ്മുടെ പൊതു നിലപാട്. ഗുണപരമായ കാര്യത്തിന് ഈ നിലയിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഗോപിനാഥ് മുതുകാടിൻ്റെ പ്രവർത്തനങ്ങളെ ഹാർദമായി അഭിനന്ദിക്കട്ടെ. 20 ഏക്കറിൽ 100 കോടി രൂപ ചെലവിട്ടാണ് അന്താരാഷ്ട്ര ഭിന്നശേഷി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. എൻഡോസൾഫൻ ദുരിതബാധിതരടക്കം സംസ്ഥാനത്തെ നിരവധി കുട്ടികൾക്ക് ആശ്രയമാകുന്ന തരത്തിൽ നിർമ്മിക്കുന്ന സെന്ററിൽ പ്രതിവർഷം 500 ഭിന്നശേഷിക്കാർക്ക് വിവിധ മേഖലകളിൽ പരിശീലനം നൽകും. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ 2026 പൂർത്തീകരിച്ച് 2029 പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. Inspired by the successful impact of the AC model, we created platforms for art training and performance opportunities for the talents with special needs while preserving the rich heritage values of the region. Designated venues for music, dance, magic, drawing, painting, etc. to explore the artistic potential and inherent talents. അന്തർദേശീയ നിലവാരത്തിലുള്ള കലാകായിക പരിശീലന സംവിധാനങ്ങൾ, അത്യാധുനിക തെറാപ്പി സൗകര്യങ്ങൾ, പേഴ്സണലൈസ്ഡ് അസറ്റീവ് ഡിവൈസ് യൂണിറ്റുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, ട്രെയിനിംഗ് സെന്ററുകൾ തുടങ്ങിയവ കാസർഗോഡ് IIPDയിൽ ഉണ്ടാകും. ഗായിക കേസ് ചിത്ര വെബ്സൈറ്റ് പ്രകാശനം ചെയ്തു. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.